എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 1.5 കിലോ ബീഫാണ്. ഈ ബീഫ് കറി വെക്കുന്നതിനായിട്ട് 300 ഗ്രാം സവോള ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ സവോള അരിയുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ മോനാണ്. അവൻ എനിക്കിതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. കണ്ട പാത്രമൊക്കെ പോയിട്ടുണ്ട്, പാർട്ടി മൈൻഡ് ചെയ്യുന്നേ ഇല്ല. 300 ഗ്രാം സവോള ഇതിനെടുത്തിട്ടുണ്ട്. 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. മോന് പാചകമൊക്കെ അറിയാം, അവൻ കുക്ക് ചെയ്യുന്നതാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ജോലിയാണ് മോന്. അപ്പോൾ അവൻ കുക്ക് ചെയ്യാനും അറിയാം. നല്ല ഇൻട്രസ്റ്റിങ്ങാണ് കുക്കിങ്ങിലൊക്കെ. അപ്പോൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ചില സമയത്തൊക്കെ എന്നെ ഇങ്ങനെ സഹായിക്കും. അങ്ങനെ മോനാണിപ്പോൾ ഇതെല്ലാം അരിഞ്ഞു തരുന്നത്. നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ നിങ്ങളെ സഹായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കുക്കറിലാണ് ബീഫ് വെക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർക്കാം. ചേരുവകളെല്ലാം ചേർത്തിട്ടാണ് ഞാനിത് വെക്കുന്നത്. പിന്നീട് നമുക്കൊന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ട സ്പൈസസ് ഒക്കെ ചേർക്കാം. കറുവപ്പട്ട, ഏലം, അതുപോലെ തന്നെ ജീരകം, പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തക്കോലം, അങ്ങനെ കുറേ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. സ്പൈസസ് എല്ലാം നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയില കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഓരോ പാത്രത്തിലാക്കിയിട്ട് ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ മോനെല്ലാം എളുപ്പവഴി ചെയ്തു തരുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും കൂടെ പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ഇളക്കാം. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സവോള പെട്ടെന്ന് വഴന്ന് വരുന്നതാണെന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. മീറ്റ് മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 5 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബീഫ് ഇട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കണം. അരപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വെയിറ്റ് വിട്ട് നമുക്കൊരു 8 വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഈ കുക്കറിൽ 8 വിസിലടിച്ചാലേ ബീഫ് വേഗത്തുള്ളൂ. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ അനുസരിച്ച് ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിലടിക്കാൻ നോക്കുക.
ഈ വിസിലൊക്കെ അടിച്ച് കുക്കറിൻ്റെ ഈ ആവിയൊക്കെ ഒന്ന് നന്നായി എയറൊക്കെ നന്നായി പോയി കഴിയുമ്പോൾ അത് തുറന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കുക്കറിൻ്റെ എയറെല്ലാം പോയി ഞാൻ തുറന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കടുകും മറ്റുള്ള ചേരുവകളൊക്കെ ചേർത്ത് ഒന്നിച്ച് വെച്ചതാണെങ്കിൽ പോലും ഒരല്പം താളിച്ചൊഴിച്ചാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇതിലൊരല്പം തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൂടി ഒന്ന് വഴറ്റേണ്ടതായിട്ട് വരുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ബ്രൗൺ നിറമാകട്ടെ. ഒരു 2 വെളുത്തുള്ളി അല്ലിയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും 2 വെളുത്തുള്ളി അല്ലി കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ പേസ്റ്റൊക്കെ ചേർത്തെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഈ ബീഫിനകത്ത് കിടക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി നീളത്തിലരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ ബീഫിനകത്ത് ഇതൊക്കെ ഒന്ന് കിടക്കുമ്പം അതിനൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ഞാനിങ്ങനെ ബീഫിന് ചേർക്കാറുണ്ട്. ഇത് ബീഫ് വേകുന്ന കൂടെ തന്നെ വേണമെങ്കിലും ചേർക്കാം. എനിക്കിങ്ങനെ ചേർക്കേണ്ടത് കൊണ്ടാണ് അത് ഞാൻ മാറ്റി വെച്ചത്. ഒരല്പം ഉപ്പ് ഇതിനാവശ്യമായിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഒന്നിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും കൂടെ പേസ്റ്റ് ഒരു സ്വല്പം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എണ്ണയ്ക്കകത്തുനിന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ബീഫിൽ നേരത്തെ ചേർത്തിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ എണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് കറിക്ക്. ഇതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിന് മാത്രമുള്ള, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ നേരത്തെ ചേർത്ത കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഗ്രേവിക്ക് മാത്രമുള്ളതാണ് എടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഞാനിത് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒരു പ്രാവശ്യം ചേർത്താൽ മതി. ബാക്കി ഇപ്പം ചേർത്തിരിക്കുന്നതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാം. പെട്ടെന്ന് കാര്യം സാധിക്കും. കുക്കറിലല്ലേ വെച്ചിരിക്കുന്നത്. ഒരു 3/4 മണിക്കൂർ നേരത്തെ ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ബീഫ് കറി അന്നേരത്തേക്ക് റെഡിയാകും. നമ്മൾ അടുപ്പിലൊക്കെ വെക്കുവാണെങ്കിൽ 1 മണിക്കൂർ വേണം ഇത് വെന്ത് കിട്ടാൻ തന്നെ. കുക്കറിലായതുകൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് സകല പരിപാടിയും കഴിയും. കണ്ട കറിയുടെ പ്ലാനേ മാറി. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റുള്ളൂ. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിരിക്കും ഞാൻ കൊണ്ടുവരുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ.
ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിപ്പോൾ കറി കണ്ടാൽ തന്നെ അറിയാം, പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ലതാണ് ഈ കറി. ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നാളെ ഇതേ സമയം വീണ്ടും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി. എല്ലാ കൂട്ടുകാർക്കും നന്ദി.